ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK ടിപ്സ്. നമ്മൾ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നത് SSLCയിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വൈസ് ഉള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ പ്രോബ്ലംസുകളും കൃത്യമായുള്ള സ്റ്റെപ്പുകളിൽ നിങ്ങളിൽ എത്തിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പം എത്ര സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാം നമുക്ക് ഈ ചാനലിലൂടെ പരിചയപ്പെടാം. SSLCക്ക് ടോട്ടല് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അതിൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോണത്. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ടോട്ടൽ 13 ക്വസ്റ്റ്യൻസുകളാണ് ഈ ചാപ്റ്ററിലുള്ളത്. 13 ക്വസ്റ്റ്യൻസുകളിൽ ഒരു 3 ക്വസ്റ്റ്യനോളം ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. 4 പാർട്ടായിട്ട് ഞാൻ ഈ ചാപ്റ്റർ നിങ്ങളിൽ എത്തിക്കാം. അതായിരിക്കും എളുപ്പം. കാരണം 4 പാർട്ടുകളിലും 4 വ്യത്യസ്തമായ പ്രോബ്ലംസ്, 4 തരം വ്യത്യസ്തതരമായ പ്രോബ്ലംസുകളായിരിക്കും പരിചയപ്പെടുന്നത്. വളരെ സിമ്പിളാണ്. ഇതൊരു ഐഡിയ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ചാപ്റ്ററിന്റെ പേര് തന്നെ അറിയാം. ചാപ്റ്ററിന്റെ പേരിന്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലായി. ചാപ്റ്ററിന്റെ പേര് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നാണ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കാം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവരുടെയും മനസ്സിൽ വന്നതാണ്. സ്വാഭാവികം. കാരണം ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചിട്ടാണല്ലോ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിക്കേണ്ടത്. ഞാൻ പറയാണ്, നിങ്ങൾ ഇത്രയും നാളും പഠിച്ച ഇക്വേഷൻസുകളെല്ലാം ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ്. അതായത് 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയും. ആ 2 ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചിരുന്നത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസുകളായിരുന്നു. എന്നാൽ ഇനി 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് സോൾവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം അല്ലെ? ഇക്വേഷൻ നമ്മൾ അറിയാം, നമ്മൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ അതെന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്വേഷൻ? ഈക്വൽ ടു ഇട്ട് അല്ലെങ്കിൽ ഈക്വൽ ടു ഉണ്ടെന്നുണ്ടെങ്കിൽ വേരിയബിൾസ് ഈക്വൽ ടു, ഇപ്പൊ ദേ ഞാൻ ഒരു ഇക്വേഷൻ എഴുതി കാണിക്കാം. 2x ഈസ് ഈക്വൽ ടു 4. ഇതൊരു ഇക്വേഷനാണ്. കാരണം മെയിനായിട്ട് ഈക്വൽ ടു ഉണ്ട്, ഇക്വേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്തിനാ ഇക്വേറ്റ് ചെയ്യുന്നത്? ഇവിടെ 2xനെ 4ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഇക്വേഷൻ. ഇതെന്ത് ഇക്വേഷൻ ആണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. കാരണം നമ്മൾ എന്തിനാ ഈ എക്സ് വിടുന്നത്? ഈ എക്സ് വിടുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു കാര്യം അൺനോൺ ആയിട്ടുണ്ടെങ്കിൽ, അൺനോൺ എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് സൂചിപ്പിക്കും? എക്സ് ആയിട്ട് സൂചിപ്പിക്കും. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് അറിയാത്തത് എന്തോ ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ മൂല്യം എന്താണെന്ന് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കുക. ഇത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇത് ചെയ്യാനും അറിയാം. ഈ 2ന്റെ കൂടെ എക്സ് എന്ത് ചെയ്തിരിക്കുക? ഗുണിച്ചിരിക്കുക. 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആണ്. ഈസ് ഈക്വൽ ടു 4 എന്നാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റു ചെയ്തിരിക്കുന്ന 2 ഈക്വലിന് അപ്പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇവിടെ മിച്ചം എന്ത് മാത്രമായി? എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു 4/2. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു 2. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് മറിച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് വന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഈക്വൽ ടുന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാൻ സാധിക്കത്തില്ല. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പ്രത്യേകം മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഒരു മെത്തേഡേ ഉള്ളൂ. അതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നതും. കഴിഞ്ഞ വർഷം വരെ 2 മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡും 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് മറ്റൊരു മെത്തേഡ്. പക്ഷേ ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരിച്ചതോടുകൂടി ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഇല്ല. അതിനു പകരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡേ ഉള്ളൂ. അതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പൊ ചാപ്റ്ററിലെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? തന്നിരിക്കുന്ന ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ആണോ എന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം, വലിയ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ 2 ഇക്വേഷൻ എഴുതാം, ഒന്ന് ശ്രദ്ധിക്കണം. 2x plus
5 ഈസ് ഈക്വൽ ടു 8. ഇതേപോലെ തന്നെ വേറൊരു ഇക്വേഷൻ എഴുതാം. 2x² പ്ലസ് 5x ഈസ് ഈക്വൽ ടു 9. അതുപോലെ ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. 2y² പ്ലസ് 7y ഈസ് ഈക്വൽ ടു 10. അടുത്ത ഇക്വേഷൻ. ഇതെല്ലാം ഇക്വേഷൻ ആണ്, ബിക്കോസ് ഈക്വൽ ടു ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, ഈ എല്ലാ ഇക്വേഷൻസുകളാണ് അല്ലെ. ഞാൻ പറയുന്നത് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, ഫസ്റ്റ് ഞാൻ എഴുതിയ ഇക്വേഷൻ, ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് ഡിഗ്രിയാണ്, ഫസ്റ്റ് ഡിഗ്രി. എന്തുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാരണം അത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ഇതും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ എന്താണ് ഫസ്റ്റ് ഡിഗ്രി, എന്താണ് സെക്കൻഡ് ഡിഗ്രി എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട തന്നെ ഡിഗ്രി മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾസ് നോക്കണം. ഇവിടെ എക്സ് ആണ് ഇവിടുത്തെ അറിയാൻ വയ്യാത്ത അല്ലെ, അതിനാണ് നമ്മൾ വേരിയബിൾസ് ആയിട്ട്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, വേരിയബിൾ ആണ്. അതുകൊണ്ട് ഇവിടെയും നമുക്ക് അറിയാൻ വയ്യാത്ത അൺനോണുകളുണ്ട്, അതും എക്സ് ആയിട്ട് തന്നെയാണ് അതിനെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് വൈ ആണ് അല്ലെ. ഈ എക്സും വൈയും മാത്രമല്ല കേട്ടോ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ, എ മുതൽ ഇസഡ് വരെയുള്ള ഏത് ലെറ്റേഴ്സ് എടുത്താലും അതെല്ലാം വേരിയബിൾസ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ പവർ നോക്കണം. എക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള ആളല്ല എക്സിന്റെ പവർ. എക്സിന്റെ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയബിളിന്റെ പവർ എന്ന് പറയുന്നത് വേരിയബിളിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്, ഈ എക്സിന്റെ മുകളിൽ ഒന്നും തന്നെ ഇല്ല. ഒന്നും തന്നെ ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്, ഒന്നുണ്ട് അവിടെ. അതുപോലെ ഇവിടുത്തെ എക്സിന്റെ പവർ എത്രയാണ്, 2 ആണ്. ഇവിടുത്തെ എക്സിന് പവർ ഇല്ലെങ്കിൽ അതെന്താണ്, 1 ആണ്. ഇവിടുത്തെ എക്സിന്റെ പവർ എത്രയാണ്, 2 ആണ്. ഇവിടുത്തെ ഇവിടുത്തെ വൈക്ക് പവർ എന്താണ്, 2 ആണ്. ഇവിടുത്തെ വൈയുടെ പവർ എത്രയാണ്, 1 ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ പവർ, ഇവിടുത്തെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 1 ആണ്. വേറെ പവർ ഒന്നുമില്ല, വേരിയബിൾസും ഇല്ല, പവറും ഇല്ല. അപ്പൊ ഇവിടുത്തെ ഇതെന്ത് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും, ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. എന്നാൽ രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് നോക്കിക്കേ. രണ്ടാമത്തെ ഇക്വേഷൻ്റെ അകത്ത് മാക്സിമം പവർ എത്രയാണ്, 1 ഉണ്ട് 2 ഉണ്ട്. എന്നാൽ മാക്സിമം പവർ എത്രയാണ്, ഇവിടെ 2 ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ഇക്വേഷൻ എത്ര ഡിഗ്രിയാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ വേരിയബിൾ എന്താണ്, വൈ ആണ്. ഈ വൈയുടെ മാക്സിമം പവർ എത്രയാണ്, 2 ആണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ ഇക്വേഷൻ എന്ത് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഐഡന്റിഫൈ എന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അത് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യുന്ന മെത്തേഡ്, അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കും. അപ്പോൾ once again I welcome all of you. This is NSK Tips. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പ്രോബ്ലംസുകൾ തന്നിരിക്കുന്നത് തന്നെ ഒന്ന് പരിചയപ്പെടാം, ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ പ്രോബ്ലംസുകളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ 2 പ്രോബ്ലംസ്, പേജ് നമ്പർ കൃത്യമായി എനിക്ക് ഓർമ്മയില്ല, പേജ് നമ്പർ ആദ്യത്തെ പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ആ ചാപ്റ്റർ തുറന്ന ആദ്യത്തെ പേജിൽ നമുക്ക് 2 പ്രോബ്ലംസുകൾ കിടപ്പുണ്ട്. അതിലെ ആദ്യത്തെ പ്രോബ്ലമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ആദ്യം എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അർത്ഥം മനസ്സിലാക്കാൻ അറിയാം. അതിൽ നമ്മൾ വറിയിടാവേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം അങ്ങ് ചെയ്യാം. അപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്ക്വയറിന്റെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ, അപ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരും ഒരു സ്ക്വയറിനെ പറ്റിയാണ് പറയുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായ 4 വശമുള്ള ഒരു രൂപമാണ് എന്ത്, നമ്മുടെ സ്ക്വയർ. അപ്പൊ ഈ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും, അപ്പൊ ഈ വശം നമുക്ക് അറിയാവോ ഇത് എത്ര വശം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ അവരൊരു കാര്യം വാസ് റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റേഴ്സ്, അതായത് ഈ വശത്തിൽ നിന്ന് 2 മീറ്റർ കുറയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ വശം അറിയാമെങ്കിലേ നമുക്ക് അതിൽ നിന്ന് 2 മീറ്റർ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വശം നമുക്ക് അറിയില്ല അല്ലെ, നമുക്ക് അറിയാൻ വയ്യാത്തതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ സ്ക്വയറിന്റെ വശം നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം? അപ്പം ഞാൻ ഒന്നുകൂടെ അത് വരച്ചു തരാം. അപ്പൊ ഒരു സ്ക്വയർ, അപ്പൊ ആ സ്ക്വയറിന്റെ വശം നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സ്ക്വയറിന്റെ വശം നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് അങ്ങ് എടുത്തു. എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് അങ്ങ് എടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി അവർ പറയുന്നത് ഈ സ്ക്വയറിന്റെ എല്ലാ വശത്തു നിന്നും ഈച്ച് സൈഡ് ഓഫ് ദ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വശത്തു നിന്നും 2 മീറ്റർ റെഡ്യൂസ് ചെയ്യാൻ പറയും. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പൊ ഇത് എക്സ് ആയിരുന്നു, അപ്പൊ പുതിയൊരു സ്ക്വയർ ഉണ്ടായി. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയൊരു സ്ക്വയർ ഉണ്ടായി. അതിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ വശമായ എക്സിൽ നിന്നും എത്ര മീറ്റർ കുറയ്ക്കുന്നതാണ് ഇപ്പോഴുള്ളത്? 2 മീറ്റർ. അപ്പൊ ഇതെന്തായിരിക്കും? x-2 ആയിരിക്കും. ഇത് x-2 ആയിരിക്കും. ഇത് x-2 ആയിരിക്കും. ഇതും x-, എല്ലാം x-2 ആയതുകൊണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ക്വയർ.
സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും എന്തായിരിക്കും, ഇത് x-2 ആണെങ്കിൽ എല്ലാ വശവും. എന്നിട്ട് ബാക്കി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, ബാക്കി അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ഏരിയ ബിക്കെയിം 49 സ്ക്വയർ മീറ്റർ. അപ്പൊ 2 മീറ്റർ കുറച്ചപ്പോൾ ഇതിന്റെ ഏരിയ എന്തായി മാറി, 49 സ്ക്വയർ മീറ്റർ ആയി മാറി. നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്, അപ്പൊ ഏരിയ എന്ന് പറയുന്നത്, ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ് അല്ലെ. ഇവിടുത്തെ സൈഡ് എത്ര, x-2. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താം, x-2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയും. കൂടാതെ അവർ പറയുന്നുണ്ട് ഏരിയ എത്രയാണെന്ന് പറയുന്നുണ്ട്, 49. അപ്പൊ നമുക്ക് ഏരിയയുടെ സ്ഥാനത്ത് എന്ത് ചെയ്താം, 49 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, നമുക്ക് 49 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, 49 ഒന്നുകൂടെ ഞാൻ എഴുതി തരാവേ. 49 ഈസ് ഈക്വൽ ടു x-2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ, x-2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോട്ടോ പോകാൻ നേരം, ഈ സ്ക്വയർ ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ പോകാൻ നേരം ആ സ്ക്വയർ എന്തായി മാറും, സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. therefore നമുക്ക് എന്ത് എഴുതാം, മിച്ചം എന്തുണ്ട്, റൂട്ട് 49 ഈസ് ഈക്വൽ ടു x-2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോറി, ഇവിടെ പിന്നെ സ്ക്വയറിന്റെ ആവശ്യമുണ്ടോ, റൂട്ട് 49 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ, റൂട്ട് 49 ഈസ് ഈക്വൽ ടു x-2, കാരണം സ്ക്വയർ ഇപ്പറ വന്നു കഴിഞ്ഞു. മിച്ചം നമുക്ക് അറിയാം 49, റൂട്ട് 49ന്റെ വാല്യൂ നമുക്ക് അറിയാം എത്രയാണ്, 7 ആണ്. 7 ഈസ് ഈക്വൽ ടു x-2. ഇനി അടുത്ത കാര്യവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് അടുത്ത കാര്യം നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഈ -2 ഈക്വൽ ഇപ്പുറത്തോട്ട് വരാൻ നേരം എന്തായി മാറും, +2 ആയി മാറും. അപ്പൊ എന്തുവന്ന്, 7 + 2 ഈസ് ഈക്വൽ ടു മിച്ചം ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ x മാത്രമേ ഉള്ളൂ. therefore ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, x ഈസ് ഈക്വൽ ടു, therefore എന്തെന്ന് എഴുതാം, therefore x ഈസ് ഈക്വൽ ടു എത്ര എഴുതാം, 9. വാട്ട് ഈസ് x, എന്താണ് x, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് x. x എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു നമ്മൾ x ആയിട്ട് എടുത്തിരുന്നത്, നോക്കിക്കേ. x എന്ന് പറയുന്നത് എന്താണ്, ഈ ആദ്യത്തെ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് അല്ലേ. ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് എന്തായിട്ട് കിട്ടി, സൈഡ് ഈസ് ഈക്വൽ ടു 9 മീറ്റർ. ഇതല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇതിൻ്റെ അകത്തെ എല്ലാം. പക്ഷെ നമ്മൾ ഒരു കാര്യമുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞ്, അതിൻ്റെ അകത്തെ അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. മീനിങ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാകത്തുള്ളൂ. ഇല്ലെങ്കിലും പഠിച്ചാൽ അങ്ങ് എല്ലാം പഠിച്ചാൽ മതി. പഠിച്ചാൽ എല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കൃത്യമായി പഠിക്കണം, കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം, ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കി പഠിക്കണം, എങ്കിൽ മാത്രമേ എല്ലാം സിമ്പിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ടൊന്ന് പോവാം. അടുത്ത പ്രോബ്ലവും നമുക്ക് എന്താണ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ഡിഗ്രി. ഇതിൻ്റെ അകത്ത് എല്ലാം നിങ്ങൾ നോക്കിയേ, എല്ലാം ഫസ്റ്റ് ഡിഗ്രി. എക്സിന്റെ പവറുകളെല്ലാം എന്താണ്, 1 ആണ്. ഇതെല്ലാം ഫസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡിഗ്രി അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പഠിക്കണം. അതാണല്ലോ ഈ ചാപ്റ്ററിന്റെ പേര് സെക്കൻഡ് ഡിഗ്രി ആണ്. അത് നമുക്ക് പോകെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഇത് പറയുന്നു. അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം ഒന്ന് നോക്കുക. രണ്ടാമത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ അർത്ഥം മനസ്സിലാക്കി എടുക്കണം. അർത്ഥം മനസ്സിലാക്കി എടുത്താൽ ഈ പ്രോബ്ലം സിമ്പിൾ ആയിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ദർ ഈസ് എ 2 മീറ്റർ വൈഡ് പാത്ത് എറൗണ്ട് എ സ്ക്വയർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ക്വയർ ഗ്രൗണ്ടിന് ചുറ്റും, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വേർഡുകളാണ് ഇതിൻ്റെ അകത്ത്. 2 മീറ്റർ വൈഡ് പാത്ത് എറൗണ്ട് എ സ്ക്വയർ ഗ്രൗണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് വരയ്ക്കേണ്ടത്, ഒരു സ്ക്വയർ ഗ്രൗണ്ടിനെ ആദ്യം വരയ്ക്കണം. ഇതാണ് നമ്മുടെ സ്ക്വയർ ഗ്രൗണ്ട്. എന്ത് ഗ്രൗണ്ട് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, സ്ക്വയർ ഗ്രൗണ്ട്. സ്ക്വയർ ഗ്രൗണ്ടിന്റെ പ്രത്യേകത എന്തായിരിക്കും, എല്ലാ വശവും തുല്യമായിരിക്കും. 4 വശമുണ്ട്, ഈ 4 വശവും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ 4 വശവും തുല്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇനി അവർ പറയുന്നത് എന്തുവാ, ദർ ഈസ് എ 2 മീറ്റർ വൈഡ് പാത്ത് അറൗണ്ട് എ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് ചുറ്റും വൈഡ് പാത്തായിട്ട് അല്ലെങ്കിൽ വൈഡ് ആയിട്ട് 2 മീറ്റർ വൈഡ് ആയിട്ട് നമ്മൾ എന്ത് പണിയുന്നു, ഒരു പാത്ത് പണിയുന്നു. പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നടപ്പാത. അപ്പൊ നോക്കിയേ, ഞാൻ ഈ ഫിഗർ തന്നെ ഇങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ സ്ക്വയർ ഗ്രൗണ്ട്. ഈ സ്ക്വയർ ഗ്രൗണ്ടിന് ചുറ്റും നമ്മൾ എന്ത് പണിയാൻ പോവാണ്, ഒരു 2 മീറ്റർ വീതിയിൽ വൈഡ് പാത്ത് പണിയാണ്. കാണുന്നുണ്ടല്ലോ, 2 കളറൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വരയ്ക്കുന്നത് ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ വൈഡ് പാത്തുണ്ട്, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും 2 മീറ്റർ വൈഡ് പാത്തുണ്ട് അല്ലേ. ഇത് നമ്മുടെ ഗ്രൗണ്ട് ആയിരുന്നു.
ഗ്രൗണ്ടിന് ചുറ്റും നമ്മൾ എന്ത് പണിതു? 2 മീറ്റർ വൈഡ് പാത്ത് പണിതു. നമുക്കറിയാം ഗ്രൗണ്ടിന്റെ നമ്മുടെ വശം എന്തായിട്ടായിരുന്നു? ഗ്രൗണ്ടിന്റെ വശം നമ്മൾ എന്തായിട്ടാണ് എടുത്തിരുന്നത്? എക്സ്. അപ്പൊ ഇതെല്ലാം എന്തായിരുന്നു? എക്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ വൈഡ് പാത്തില് 2 മീറ്റർ വൈഡില് പാത്ത് പണിത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരും, അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് x+2 അല്ലേ എന്ന് മനസ്സിലോട്ട് വരും ചില ആൾക്കാർ. ഒരിക്കലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് എടുത്തിയാടി ആൻസർ ചെയ്യില്ല. ഒന്ന് മനസ്സിലാക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടും 2 മീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടും 2 മീറ്റർ വീതിയിൽ പണിതു, ഇവിടുന്ന് ഇങ്ങോട്ടും 2 മീറ്റർ വീതിയിൽ എന്ത് പണിതു? പാത്ത് പണിതു. അപ്പൊ നമ്മുടെ ടോട്ടൽ പാത്തിന്റെ നീളം എന്തായി? ടോട്ടൽ പാത്തിന്റെയും ഗ്രൗണ്ടിന്റെയും കൂടെ നീളം എന്തായി മാറും? x+4 ആയി മാറും. അപ്പൊ ഇത് x+4 ആണെങ്കിൽ പിന്നെ പാടില്ല, സ്ക്വയർ ഗ്രൗണ്ട് തന്നെയല്ലേ. സ്ക്വയർ ഗ്രൗണ്ടിന്റെ ചുറ്റും സ്ക്വയർ പാത്ത് ആയതുകൊണ്ട് എല്ലാം എന്തായിരിക്കും? സ്ക്വയർ. therefore ഇതും എല്ലാം എന്തായി? x+4 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈഡ് ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത് നമുക്കിപ്പോ എത്ര കിട്ടി? x+4 എന്ന് കിട്ടിയല്ലോ. x+4 കിട്ടിയെങ്കിൽ ഇനി നിങ്ങൾ നോക്കുക, അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി തന്നെ പോകാവുള്ളൂ. ദ ഏരിയ ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത് ടുഗദർ, രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ, ഏതൊക്കെ? നമ്മുടെ ഗ്രൗണ്ടും അതേപോലെ പാത്തും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ അതിന്റെ ഏരിയ എത്രയായി മാറി? അപ്പൊ അതിന്റെ ഏരിയ എന്തായി മാറി എന്നാണ് അവർ പറയുന്നത്? 1225 ആയി മാറി. 1225 ആയി മാറി. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചത് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ. ഇവിടെ സൈഡ് എത്രയാണ്? x+4. അപ്പൊ ഈ ഏരിയയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്താൽ x+4 ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് എത്ര കിട്ടിയത്? 1225. ഇനിയെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ നോക്കിക്കേ. ഈ സ്ക്വയർ ഈക്വൽ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ? റൂട്ട് മിച്ചം എന്താണ്? x+4 ഈസ് ഈക്വൽ ടു റൂട്ട് 1225. therefore x+4 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 35 ആണ്. അറിയാൻ പറ്റാത്തൊരു 35 ഗുണം 35 ഒന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. എന്ത് കിട്ടും? 1225 കിട്ടും. അപ്പൊ റൂട്ട് 1225 എത്ര ആയിരിക്കും? 35. therefore x ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ നോക്കിയേ, ഈ +4 ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -4 ആവും. therefore 35 - 4 that is equal to x is equal to എത്ര കിട്ടി? 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x കിട്ടി. എന്തായിരുന്നു x? ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് ആയിരുന്നു. ശ്രദ്ധിക്കണം, ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് ആയിരുന്നു എക്സ് അല്ലേ? അപ്പൊ ഞാൻ ബാക്കി ഇങ്ങോട്ട് എഴുതാം. ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് ആയിരുന്നു എക്സ്. അപ്പൊ നമുക്ക് ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് എക്സ് കിട്ടിയത് കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഗ്രൗണ്ട് അലോൺ? ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ ആണ് ചോദിച്ചത്. therefore നമുക്ക് ഏരിയ ഓഫ് ഗ്രൗണ്ട് അലോൺ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ഗ്രൗണ്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഗ്രൗണ്ടിന്റെ ഒരു വശത്തിന്റെ സ്ക്വയർ എടുത്താൽ പോരെ? ഗ്രൗണ്ടിന്റെ ഒരു വശമല്ലേ എക്സ് അല്ലേ? ഗ്രൗണ്ടിന്റെ ഒരു വശമല്ലേ എക്സ്, അതുകൊണ്ട് എക്സിന്റെ സ്ക്വയർ എടുത്താൽ പോരെ? എക്സിന്റെ സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് എക്സ് നമുക്ക് എന്ത് കിട്ടി? 31 കിട്ടി. 31ന്റെ സ്ക്വയർ എത്ര? 961 എത്രയാണ്? മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. കാര്യം മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക, ചെയ്തു പോവുക. പിന്നെ സ്റ്റെപ്പിന്റെ ഗ്രാമറും കാര്യങ്ങളും അതൊന്നും നമുക്ക് മാത്സിന്റെ അകത്ത് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കണ്ടേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പാത്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എഴുതുക. ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അതൊക്കെ നമ്മുടെ എങ്ങനെയാണോ ആൻസർ ഷീറ്റിൽ എഴുതുന്നത് അതേപോലെ ഒരു പെർഫെക്ഷൻ കിട്ടും. അത്ര ആൻസർ എങ്ങനെയാണ് മാത്സിനെ സംബന്ധിച്ച് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ആൻസർ എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കുക, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ. അപ്പം ആദ്യത്തെ ഒരു പാർട്ടിന്റെ അകത്ത് ഈ 2 ക്വസ്റ്റ്യൻസ്, കാരണം ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത 3 പാർട്ടുകളിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടാം. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ ചാപ്റ്ററിന്റെ എല്ലാ പ്രോബ്ലംസുകളും അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തും. അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ പഠിച്ചു പോകാം. പഠിച്ചു പോകുന്നതിനൊപ്പം ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കിലോട്ട് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തറവായിട്ട് പോകും. ഇനി എങ്ങനെ സെക്കൻഡ് ഡിഗ്രി ഒക്കെ സോൾവ് ചെയ്യാന്നുള്ള എളുപ്പ മാർഗ്ഗമൊക്കെയാണ് ഞാൻ അടുത്ത പാർട്ടിൽ. നല്ല രസകരമായ ഒരു കോഡുണ്ട്. ആ കോഡോടുകൂടി നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്താൽ ഇതിൻ്റെ അകത്തുള്ള ഫുൾ മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത പ്രോബ്ലംസ് ആയിട്ട് കാണാം. ഓക്കെ, ശരി, താങ്ക് യു.